ആലപ്പുഴ ജില്ല മുൾമുനയിൽ നിൽക്കുന്നു. കനത്ത ജാഗ്രതയിൽ പോലീസ് കനത്ത ജാഗ്രതയിലാണ്. ഇന്ന് ഒരു പ്രധാനപ്പെട്ട വിധി മാവേലിക്കര അഡീഷണൽ സെഷൻ കോടതിയിൽ നിന്നും വരുന്നുണ്ട്. രാവിലെ 11 മണിക്കായിരിക്കും വിധി പ്രഖ്യാപനം ഉണ്ടാകുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ജഡ്ജി വി.ജെ. ശ്രീദേവി വിധി പറയും. ബി.ജെ.പി നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് എന്ത് ശിക്ഷയാണ് നൽകുന്നതെന്ന് കേരളം കാതോർക്കുന്നു. ഒപ്പം തന്നെ കോടതിയിലും ജില്ലയിലും കനത്ത ജാഗ്രതയിലാണ് പോലീസ്. കനത്ത പോലീസ് ബന്ദോബസ്തിലാണ് കോടതിയുടെ പരിസരങ്ങളും മറ്റും. ഇതിൽ 14 പ്രതികളെ കോടതി വിചാരണ ചെയ്തിരിക്കുന്നു. ഒരു പ്രതി പക്ഷാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അങ്ങനെ ടോട്ടൽ 15 പ്രതികളാണുള്ളത്. 2021 ഡിസംബർ 19 വെള്ളക്കടലുള്ള രഞ്ജിത്ത് ശ്രീനിവാസിന്റെ വീട്ടിലേക്ക് കടന്നു കയറി പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദികൾ അതിക്രൂരമായി തന്നെ കൊലപ്പെടുത്തിയത്. വളരെ ഭീകരമായ ഒരു കൊലപാതകമായിരുന്നു അന്ന് നടന്നത്. നൈസാം അജ്മൽ, അനൂപ് മുഹമ്മദ് അസ്ലം, അബ്ദുൾ കലാം, ഷറഫുദ്ദീൻ, നസീർ, സക്കീർ ഹുസൈൻ, ഷാജി, ഷർനാസ് തുടങ്ങിയ പ്രതികളാണ്. 14ഓളം പ്രതികൾ ഇപ്പോൾ നിലവിലുണ്ട്. ഇവരുടെ ആരോഗ്യ പരിശോധനയൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയിരുന്നു. കാരണം വിധി പ്രഖ്യാപനത്തിന് മുമ്പ് ഇവരുടെ ആരോഗ്യ പരിശോധനകളൊക്കെ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ഒരു പ്രതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുമാണ്. പക്ഷാഘാതത്തെ തുടർന്നാണ് ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും വരും മണിക്കൂറിൽ നിർണായകമാണ്. ഈ കേസിൽ എന്ത് വിധിയാണ്, ആ വിധി ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളത് അറിയാൻ കേരളം കാത്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.